പ്രത്യേകിച്ച് ഈ ദേശായി ഹോംസിൻ്റെ കാര്യം പറഞ്ഞാൽ ഡ്രഗ് അടിച്ച് ലക്ക് കെട്ട് പറഞ്ഞാലേ ഗാഡ് എന്ന് പറഞ്ഞിട്ട് ശരിക്കുള്ള വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് മുഖത്തേക്ക് സംസാരിക്കാൻ അറിയില്ല. സാധാ രീതിയിൽ സംസാരിക്കണ്ടേ? രണ്ടുപേരും ഒന്നൊരു സാധാ രീതിയിൽ സംസാരിച്ച് വരണ്ടേ? ഒന്നും അറിയണ്ടെങ്കിൽ ഒരു 2 വർഷം വരണ്ടെങ്കിൽ അതറിയില്ലേ? എന്നിട്ട് കുറേ ഊമ്പി തെറ്റി പണ്ട് 96 82 മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ കുടിച്ചിട്ട് കിടക്കാൻ പോയിട്ടില്ലേ. എന്നിട്ട് പറഞ്ഞോട് ഊമ്പി വേറെ മറ്റേ ചെയ്ത് ഇത് ചെയ്തെന്ന് പറഞ്ഞിട്ട് HR പുറത്താക്കി, ഇവിടുന്ന് പുറത്താക്കി, അതാണ് ധൈര്യം എന്ന് പറഞ്ഞിട്ട് പിടിച്ചിക്കലിൻ്റെ ഓപ്പോസിറ്റായി ചെയ്തിട്ട് പിടിച്ചിക്കലിൻ്റെ തെറ്റിദ്ധാരണ, സോഷ്യലിൻ്റെ ഓപ്പോസിറ്റ്, ആൾക്കാർ ഇതുള്ളതിൻ്റെ ഓപ്പോസിറ്റ്, ആൾക്കാർ ഇതില്ലാത്തത്, ആൾക്കാർ ഇതുള്ളതല്ല. എന്നിട്ട് അതിന് തെറ്റിദ്ധാരണ കൊണ്ട് കുറേ സ്ത്രീകളെ ബോധിപ്പിച്ചിട്ട് ഡ്രഗ് അടിച്ച് നടന്നിട്ട് കുണ്ടന്മാരുള്ള ഫ്ലാറ്റ് നിറച്ച് വിവരമില്ലാത്ത വിവരദോഷികൾ ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്ന് ഊമ്പി തെറ്റി നടക്കണ ഇത്ര വയസ്സായിട്ടും 78 വയസ്സായ 68 വയസ്സായ അനുകരിച്ച് നടക്കുന്നുണ്ട് വിപരീതം ചെയ്തിട്ട്. എന്നിട്ട് അവരെ ബോധിപ്പിക്കാൻ നടക്കണം. സാധാ രീതിയിൽ മുഖത്തേക്ക് സംസാരിക്കണ്ടേ? അത് അവർക്കില്ല. സാധാ രീതി ഞാൻ ആരോടായി സംസാരിക്കുന്നുണ്ട്, അത് പറ്റില്ല. സാധാ രീതിയിൽ സംസാരിക്കാൻ അറിയില്ല. എന്നിട്ട് ആവശ്യമില്ലാത്ത രീതിയിൽ വളു സംസാരിക്കാൻ, വാല് തുറന്നാലും സംസാരിക്കില്ല. എന്നിട്ട് ഞാൻ മുഷിപ്പിക്കുന്ന രീതിയിൽ വീണ്ടും വീണ്ടും ഡാഡി ഇല്ലേ, മമ്മി ഇല്ലേ, വയസ്സന്മാർ ഇവിടെ ഇല്ലയെന്ന് പറയണം. ഡാഡി ഇല്ലേ, മമ്മി, കുണ്ടന്മാരും ഫ്ലാറ്റ് പടു വെഡ്ഡി കുണ്ടന്മാർ, ഇത്ര തടിച്ച് വീർത്ത 38 വയസ്സുള്ളവർ 78 വയസ്സ് തോന്നിക്കും. ആരെ കുറിച്ച് പറയണമെന്ന് ചോദിച്ചാൽ സാധാ രീതിയിൽ സംസാരിക്കാൻ അറിയില്ല. ഇതാണെന്ന് ഹൊസെ ഹാരിസ് എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ അറിയില്ല. വേറെ രീതിയിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ പോകും. അങ്ങനെ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കും. വളഞ്ഞ വീർത്ത വയറുള്ള കൊടവയറന്മാർ ഫോണിൽ സംസാരിച്ച ഒരു കുറ്റമാണ്. സാധാ രീതിയിൽ ഒറ്റയാണ് സംസാരിക്കാൻ വന്നിട്ടില്ലേ ഇതുവരെ. സാധാ 1 2 പേര് സംസാരിക്കാൻ വരില്ലേ? ഊമ്പി തെറ്റി നടക്കും. 96 82 മാർക്ക് കിട്ടിയ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കും. മനസ്സിലാക്കാൻ അറിയുമ്പോഴല്ലേ 78 വയസ്സുള്ള പടു വീട്ടി വയസ്സന്മാരെ പോലെയാണ്. സാധാ രീതിയിൽ സംസാരിക്കാൻ അറിയാം. സാധാ രീതി സംസാരിക്കില്ലേ? എത്ര വർഷമായാലും ദിവസങ്ങളിൽ സാധാ രീതി സമാധാനം സംസാരിക്കില്ലേ? ധൈര്യത്തോടെ സംസാരിക്കില്ലേ? അതറിയില്ല. ചെറിയ വിഡ്ഢി ബുദ്ധിസ്ഥിരതയില്ലാത്ത പെൺകുട്ടികളെ കൂടെ കൊണ്ടുവന്നാലേ അവർക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. 15 പേരായിട്ട് വന്നാലും സംസാരിക്കാൻ അറിയുള്ളൂ. എന്നിട്ട് അവരെ ബോധിപ്പിക്കാൻ ഞാൻ പോകണം. ആരെ ബോധിപ്പിക്കാൻ പോണവരൊക്കെ? അല്ല, എൻ്റെ പടുവെട്ടി തന്തയ്ക്ക് തന്നെ മനസ്സിലാവുള്ളൂ ഇത് ശരി ഏതാ തെറ്റായതാണ്. സാധാ രീതിയിൽ സംസാരിക്കാണ്ട് ആരെങ്കിലും വളു സംസാരിക്കാനോട് സംസാരിക്കാൻ പോവോ? യേശുമസിക എല്ലാം അറിയാം ആരെന്താന്ന്. ക്യാമറയുടെ ഉള്ളിൽ നോക്കേണ്ട എല്ലാ പ്രൂഫുണ്ട്. ഇന്നലെ രാവിലെ ഇവിടെ വന്നോളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ലേ? ഇന്നലെ രാവിലെ ഇവിടെ വന്നോളൂ എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവില്ലേ? അവർക്ക് വെഡി പ്രൂഫും സാധാ രീതിയിൽ ഇത്ര നാളെ സംസാരിക്കാൻ വന്നിട്ടില്ലല്ലോ. ഇത്ര നാൾ എൻ്റെ മുഖത്തേക്ക് പരിചയമായിട്ട് സംസാരിച്ച് വന്ന് സംസാരിക്കാൻ വന്നിട്ടില്ലല്ലോ. അപ്പം അത് പറയാം. എന്നിട്ട് വേറെ നിങ്ങൾ കാട് പറയുന്നത് ഞാൻ ഹിന്ദി ആയിട്ട് എനിക്കൊരു ബന്ധമില്ല, എനിക്ക് തിരിയണല്ലേ അല്ലേ? എനിക്ക് തിരിയണല്ലേ? നിങ്ങൾക്ക് മലയാളികൾക്കല്ലേ നാണക്കേട്? മലയാളി പാരൻസ് ഉണ്ടായതാണ് ഞാൻ. നിങ്ങൾക്ക് മലയാളികൾക്കല്ലേ നാണക്കേട്? ഇതുവരെ എൻ്റെ മുഖത്തേക്ക് സംസാരിക്കാൻ പറ്റാത്തത്. അത് മലയാളി പാരൻസ്, ആസാമും ഡൽഹി പാരൻസാണ് ഞാൻ ഉണ്ടായത്. ബുക്കിംഗ് അടിച്ചിരിക്കണോ അവിടെ ഞാൻ? എന്തായാലും ലോകം മൊത്തം കേൾക്കുന്നുണ്ട്. 20,000 പേര് അതിന് യൂട്യൂബിൽ കേൾക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ 8,000 അധികം പേര് കേൾക്കുന്നുണ്ട്. എന്നിട്ട് അത് മനസ്സിലാക്കണം ബോധമല്ലേ? സാധാ രീതിയിൽ സംസാരിക്കാൻ പറ്റില്ലേ? ധൈര്യത്തോളം അത് പറ്റില്ല. വളു സംസാരിച്ച ധൈര്യം അവിടെ കംപ്ലൈൻറ്റും അതാണ്. സാധാ രീതിയിൽ സംസാരിക്കണ്ടേ? സാധാ രീതിയിൽ സംസാരിക്കാനുള്ള ബോധമല്ലേ? എന്നിട്ട് പണ്ട് ഉപരി തെറ്റി നടന്നിരുന്നു. മറ്റേ കുടിച്ച് 96 82 മാർക്ക് കിട്ടി. അപ്പോഴത് കുടിച്ച് റകടിച്ച് നടക്കണവർ. എന്നിട്ട് HR കംപ്ലൈൻറ്റ് പോയി, ഇവിടെ പോയി ആത്മഹത്യയുടെ വഴിവക്കി നടക്കണം. കല്യാണം കഴിച്ച് വെഡി സ്ത്രീകളുടെ മുന്നിൽ ധൈര്യമില്ലാത്ത ബോധമില്ലാത്ത വിഡ്ഢികളാവണ പോലെ. വല്ല പെണ്ണുങ്ങൾ ഇതുപോലെ സംസാരിക്കുമോ? പെണ്ണുങ്ങൾ ഡ്രഗ് അടിച്ച് റോമകത്തിലേക്ക് വിപരീതം ചെയ്യണവരല്ലേ ഡ്രഗ് അടിച്ച് നടക്കണവർ. സമാധാനമായിട്ട് ഉറങ്ങി കാര്യങ്ങൾ സാധാ രീതിയിലുള്ള സംസാരമില്ലേ? നിങ്ങൾ മലയാളികൾക്കല്ലേ നാണക്കേട്? മലയാളി പാരൻസ് ഉണ്ടായത്. ഞാൻ മുഖത്തേക്ക് സംസാരിക്കാൻ അറിയാം. ഹിന്ദി ആയിട്ട് എനിക്ക് ബന്ധമില്ല, അതറിയില്ല അവർക്ക്.